ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 16 ഏപ്രിൽ 2025 ബുധനാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് നമ്മൾ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ഒരു അനാലിസിസ് ഒക്കെ നമുക്ക് നടത്താം. ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു, FISന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ബൈങ് ഉള്ളത് കാരണം ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവ് റാലി ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ 500 പോയിന്റ്, അതായത് 2.19% പോസിറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 1377 പോയിന്റ്, അതായത് 2.7% പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സെൻസെക്സിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ 1577 പോയിന്റ്, അതായത് 2.1% പോസിറ്റീവിലാണ് സെൻസെക്സും ക്ലോസ് ചെയ്തത്. അപ്പം ഈ FIS നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ആഞ്ഞടിച്ചതിന്റെ ബേസിലാണ് നല്ലൊരു പോസിറ്റീവായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ നമ്മൾ ട്രംപ് ഓട്ടോ സെക്ടറിൽ കൊണ്ടുവന്ന താരിഫ് ടെമ്പററി ആയിട്ട് പോസ്റ്റ് ചെയ്ത് വെച്ചതിന്റെ ബേസിൽ ഓട്ടോ സെക്ടേഴ്സിൽ നല്ല രീതിയിലുള്ള ഒരു റാലി ആയിരുന്നു നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടൊയോട്ട, അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലത്തെ നമ്മുടെ WP ഇൻഫ്ലേഷൻ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു താന്നൊരു കുറവ് വന്നിട്ടുള്ളതിന്റെ ബേസിലും നല്ലൊരു പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും റിയാലിറ്റി സെക്ടേഴ്സ്, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ സ്റ്റോക്സ്, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു പോസിറ്റീവ് ട്രെൻഡാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു മൺസൂൺ കാലമൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അഗ്രികൾച്ചർ സ്റ്റോക്സ് ആയ പല കമ്പനീസ് ഉണ്ട്. ഫാക്ട് പോലെയുള്ള കുറെ കമ്പനീസിൽ നല്ല രീതിയിലുള്ള ഒരു റാലി നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അഗ്രികൾച്ചർ, റിയാലിറ്റി സെക്ടർ, ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു റാലി ആയിരുന്നു നമുക്ക് ഇന്നലത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ ബ്രോക്കിംഗ് ഫേമായ മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പ് റേറ്റിംഗ് ഏജൻസിയാണ്, അതെ ബ്രോക്കിംഗ് ഫേം ആണ്. അത് റിപ്പോർട്ട് ചെയ്ത പ്രകാരം BSEയുടെ സെൻസെക്സ് 92,000 നിന്ന് അതൊരു 82,000 ഒരു കട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിപ്പോ നമുക്കൊരു ഷോർട്ട് ടൈമിലായിട്ടല്ല കാണുന്നത്, പക്ഷെ നമ്മളിപ്പോ ഒരു മിഡ് ടു ലോങ് ടൈമിലേക്ക് നമ്മൾ നോക്കാൻ നേരത്ത് ഒരു 92 എന്ന് പറഞ്ഞത് 82 അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു ചേഞ്ചസ് നമുക്ക് വരും ദിവസങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ മാർക്കറ്റിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ വിക്സ് 20% ആണ് ഇന്നലെ കുറഞ്ഞിട്ടുള്ളത്. അത് 16 പോയിന്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും രീതിയിലുള്ള ഒരു ചേഞ്ചസ് ആണ് ഇന്ത്യ വിക്സിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രംപിന്റെ താരിഫ് 90 ദിവസത്തേക്കാണ് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിലവിലുള്ള ഇന്ത്യയിലുള്ള ട്രേഡേഴ്സ് ആണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ആ ഒരു 90 ദിവസത്തേക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ 90 ദിവസം കഴിഞ്ഞ് എന്തായിരിക്കും ട്രംപിന്റെ അടുത്തൊരു നീക്കത്തിലേക്കാണ് എല്ലാവരും ഇപ്പൊ കാതോർത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു 90 ദിവസം കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു ബൗൺസിങ് ഉണ്ടാവും. ആ ബൗൺസിങ് നമ്മൾ എല്ലാവരും നോക്കണം. നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ്, ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഏറ്റവും കൂടുതലായ ടോപ്പ് ട്രേഡേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ നല്ല ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വരും. അപ്പം ലോങ് പൊസിഷനിലേക്കൊക്കെ പോകുന്നവര് ഒന്ന് മൈൻഡിൽ കരുതുക, 90 ദിവസം കഴിഞ്ഞിട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് വേണം ലോങ് പൊസിഷനിലേക്കും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മളൊരു കാലെടുത്ത് വെക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 rupees പെർ ഷെയർ ആയിട്ടാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ 55 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇനിയിപ്പം പ്രധാനപ്പെട്ട ഒരു ന്യൂസിലേക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് 6 PM US റീറ്റെയിൽ സെയിൽസിന്റെ മന്ത് ഓൺ മന്ത് ഡാറ്റ റിലീസ് ആവുന്നുണ്ട്. ചേഞ്ചസ് മാർക്കറ്റിൽ വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ 11 PM ഫെഡ് ചെയർപേഴ്സൺ ആയ ജെറോം പോളിന്റെ സ്പീച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ വളരെ കാര്യങ്ങൾ ആ ഒരു സ്പീച്ചിനകത്തൂടെ മനസ്സിലാവുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ചേഞ്ചസ് മാർക്കറ്റിൽ സംഭവിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആ ഒരു സമയത്ത് ഫോറക്സ് മാർക്കറ്റിൽ വരുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇന്ന് 4 മണിക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് റിലീസ് ആവുന്നുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് അതിന്റെ ഒരു ചേഞ്ചസ് നമുക്ക് പിറ്റേ ദിവസം അടുത്ത ട്രേഡിംഗ് ഡേയ്സിൽ നമുക്ക് അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ ഇന്ന് വൈകിട്ട് ഏകദേശം വൈകിട്ട് ഒരു 6 മണിയോട് കൂടി തന്നെ Q4 റിസൾട്ട് വിപ്രോയുടെ
Q4 റിസൾട്ട് റിലീസ് ആവുന്നതായിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അത് പ്രസിദ്ധീകരിക്കുക. അപ്പം വിപ്രോയുടെയൊക്കെ സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇന്ന് Q4 റിസൾട്ടൊക്കെ വരുന്നതാണ്. അപ്പം അതിനെ ബേസ് ചെയ്ത് വിപ്രോയിൽ നല്ല ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ടോപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് ഓട്ടോമൊബൈൽ സെക്ടർ ആണ്. അതേപോലെ തന്നെ ടോപ്പായിട്ട് പെർഫോം ചെയ്തത് റിയാലിറ്റി സെക്ടർ ആണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമൊബൈല്, മെറ്റൽസ്, ഇതാണ് ടോപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇന്നലത്തെ ടോപ്പ് ഗെയിനേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ, ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇൻഡസ്ഇൻഡ് ബാങ്ക് 6.7% പോസിറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അടുത്തതായി ശ്രീറാം ഫിനാൻസ് ആണ് 5.2%ലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കുവാണെങ്കിൽ 4.5%ത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് ലൂസേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇന്നലെ മാർക്കറ്റ് അത്രയും നല്ല രീതിയിലൊരു ബുള്ളിഷ് റാലി ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് കമ്പനീസ് ഒന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ നമുക്ക് അതിനകത്ത് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ITC ഒരു 0.27% ആണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ 0.20% ആണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം വലിയ രീതിയിലൊന്നും ഇന്നലെ ഒരു കമ്പനീസും നെഗറ്റീവിലേക്ക് പോയിട്ടില്ല. നല്ലൊരു ബുള്ളിഷ് റാലി തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ FIDA ഡാറ്റ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6066 കോടിയുടെ ബൈ ആണ് നടന്നത്. ഒരു കനത്തമായ ഒരു ബൈ ആയിരുന്നു ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ DASനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ നമ്മളൊരു സെല്ലേഴ്സ് ആയിരുന്നു. 1952 കോടിയുടെ സെല്ലാണ് ഇന്നലെ DAS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ നെറ്റ് ബയ്യേഴ്സ് ആയിരുന്നു 4114 കോടിയുടെ ബയ്യേഴ്സ് ആയിരുന്നു നമ്മൾ. അപ്പം ഇതിന്റെയൊക്കെ ബേസിലാണ് മാർക്കറ്റ് അത്ര നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു മാർക്കറ്റിന്റെ ട്രെൻഡുകൾ നല്ല രീതിയിലുള്ള വോളറ്റൈൽ ആയിരിക്കും. ആ ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.